നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക. ആനന്ദിച്ചാറാടുന്ന ആത്മനാഥനോട് ബന്ധിച്ചു നിത്യം സുഖിച്ചു വാഴാം. ബന്ധുവായുള്ള സുഖസ്വരൂപൻ സർവ ദുഃഖവും തീർത്തു രക്ഷിച്ചിടുന്നു. ബന്ധുവായുള്ള സുഖസ്വരൂപൻ സർവ ദുഃഖവും തീർത്തു രക്ഷിച്ചിടുന്നു. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത്. അനുകമ്പയുള്ള, ദയയുള്ള, കാരുണ്യമുള്ള, സ്നേഹമുള്ള, സർവശക്തി അനുവദിച്ച് ആത്മലോകത്തിന് വേണ്ടി ദാനം ചെയ്ത മഹാ ആദർശത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്രവേശിച്ചിരിക്കുന്നത് ആ തിരുനാവാൽ ലോകരക്ഷാർത്ഥം സ്ഥാപിച്ച ആരാധനയിലേക്കാണ്. ആരാധന കൊണ്ട് ആശ്വാസം ആത്മാവിൽ അനുഭവമാക്കുവാനുള്ള കലിയുഗ നിയമം ലോകത്തിൽ പാസാക്കിയത് കലിയുഗ പുരുഷോത്തമനാകുന്ന ശുഭാനന്ദ ദിവ്യരൂപമാണ്. ആ അവതാര രൂപത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ദാനം ചെയ്തിരിക്കുന്ന സർവ്വതും എന്ന് പറഞ്ഞാൽ സർവ്വതും ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള വഴികളാണ്. എല്ലാവിധത്തിലും എല്ലാവരെയും പൂർണ്ണമായും തന്നിലേക്ക് ചേർത്ത് ശുഭമായ ആനന്ദം പ്രദാനം ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് കരുണാനിധി ലോകത്തിൽ അവതാരമായി വന്നു വാഴുന്നത്. അവതാര കർമ്മങ്ങളുടെ പ്രത്യേകത, അവതാര വാഴ്ചയുടെ പ്രത്യേകത അതാണ്. അവതാര മഹത്വത്തെ വാഴ്ത്തുന്നവരും അവതാരത്തിൽ നിന്ന് മഹത്വം അറിയുന്നവരും അവതാരത്തിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകുന്നവരും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്
ആനന്ദം അനുഭവിക്കാനാണ് സർവ്വതും ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് കരുണാനിധിയും എഴുന്നള്ളി ലോകത്തിൽ വന്നിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഒളിഞ്ഞിരുന്ന് ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ വാണിരുന്നു എങ്കിൽ ഒരു മർത്യൻ പോലും, ഒരു ജന്മം പോലും ആ തിരുരൂപം കാണുകയോ തിരുശബ്ദം കേൾക്കുകയോ തിരുനാമ സ്തുതിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഈ മഹാസത്യത്തെ ലോകത്തിലേക്ക് വിളംബരം ചെയ്യുവാൻ, ആത്മലോകത്തിലേക്ക് വിതരണം ചെയ്യുവാൻ, ആത്മലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ താൻ തന്നെ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് തന്നെ മഹാകാരുണ്യമാണ്. കാരണം ഈ ലോകത്തിന്റെ സർവ്വവ്യവസ്ഥകളും കൃത്യമായി അറിയാവുന്നത് ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിന് തന്നെയാണ്. ഇതിന്റെ ദുഃഖാവസ്ഥകളും ദുരിതാവസ്ഥകളും എല്ലാം കൃത്യമായി അറിയാവുന്ന ജഗദീശ്വരൻ ഈ കാരുണ്യം ഈ ലോകത്തിൽ വന്ന് ഇപ്രകാരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് അവരിലേക്ക് ഈ മഹാസത്യത്തെ വിളംബരം ചെയ്യുവാൻ തീരുമാനിച്ചത് തന്നെയാണ് അവതാരവാഴ്ചയുടെ മഹത്വം, മഹാകാരുണ്യം. അങ്ങനെ ഓരോന്നും ചിന്തിക്കുമ്പോൾ അഖിലാത്മനാഥനോടെ അകമഴിഞ്ഞനുകമ്പ അഗതികളായവരിൽ അതാണ് ഓരോ നിമിഷവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് ഒരു ഓർമ്മ. ആ മഹാ അനുകമ്പയാണ് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന ഒരു ഓർമ്മ ഓരോ ഹൃദയത്തിൽ നിന്നും മങ്ങാതെയും മറയാതെയും നിലകൊള്ളുവാൻ സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ കവിഞ്ഞൊരു ഭാഗ്യവും നിങ്ങൾ ഈ ലോകത്തിൽ നേടാനില്ല. സർവശക്തിയാണിത് സൃഷ്ടിച്ചത്, സർവശക്തിയാണിതിൽ സ്ഥിതി ചെയ്യുന്നത്, സർവശക്തിയിലേക്കാണിത് പൂർണ്ണമാക്കപ്പെടുന്നത് എന്ന അറിവിൽ നിന്നുകൊണ്ട് ആശ്രയിക്കാനും ആരാധിക്കാനും ആശ്വസിക്കാനും ആനന്ദിക്കാനും സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയ്ക്കായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പരിപൂർണമായും പരമഗുരുവിനെ മാത്രം ആശ്രയിച്ചു ആ തിരുമുഖ പങ്കജത്തെ സ്മരിച്ചുകൊണ്ട് തിരുശബ്ദങ്ങൾക്കായി കാതോർത്ത് 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 ഉള്ളം കുളിർക്കുന്ന തിരുശബ്ദങ്ങളെ, തേനോലും തേൻമൊഴികളെ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രദാനം ചെയ്യണമേ എന്നുള്ള ആശ്രയത്തോടുകൂടി കാത്തിരുന്നാൽ ജ്ഞാനാഭിഷേകമുണ്ടാകും, ആനന്ദ നടനമുണ്ടാകും, ആത്മനിർവൃതിയിൽ എത്തിച്ചേരാൻ കഴിയും. സർവശക്തിയുടെ കാരുണ്യത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ആ മഹാകാരുണ്യം നിറഞ്ഞ് തുളുമ്പി ഇതാ ഇവിടെ നിലകൊള്ളുകയാണ്. ആനന്ദമാത്മാവിൽ ദാനം ചെയ്യുവാൻ വന്ന ആദിപരാപര ആത്മനാഥ ആനന്ദമാത്മാവിൽ ദാനം ചെയ്യുവാൻ വന്ന ആദിപരാപര ആത്മനാഥ ആനന്ദമാത്മാവിൽ ദാനം ചെയ്യുവാൻ വന്ന ആത്മനാഥ
കർമ്മത്താൽ നിത്യാനന്ദം ദാനം ചെയ്യുവാനാണ്. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരു അവതാരമായി വന്നത്. നിഷ്കളങ്ക ജ്ഞാനം ആത്മാവിൽ ദാനം ചെയ്ത് നിരന്തരമായ സൽക്കർമ്മ വഴികളിലൂടെ ആത്മാവിനെ സഞ്ചരിപ്പിച്ച് തത്വചിന്തയും നിഷ്കളങ്കത്വവും നിഷ്കാമ കർമ്മവും അതിന് ഫലമായുള്ള നിത്യാനന്ദവും ആത്മാവിൽ അനുഭവമാക്കുവാൻ വേണ്ടിയാണ് ത്യാഗിയായി ജഗദീശ്വരൻ ലോകത്തിൽ വന്ന് വാഴുന്നത്. ആ സത്യം ആത്മലോകം തിരിച്ചറിയണം. ആ ലോകവശാലുള്ള പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി നമ്മൾ ഗുരുമുൻപാകെ ഓടിയെത്തുന്നു. പല 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 കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുണ്ട്. കാരണം ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതെല്ലാം ആവശ്യവുമാണ്. കാരണം ദുഃഖമൊഴിഞ്ഞുള്ള ജീവിതം വേണം, ദാരിദ്ര്യമില്ലാത്ത ജീവിതം വേണം, പുത്രമിത്ര കളത്രങ്ങളുമായുള്ള സന്തോഷം വേണം. ഇതെല്ലാം ലോകത്തിൽ ആവശ്യമാണ്. എന്നാൽ ലോകത്തിൽ എന്തിനാണ് നീ ജീവിക്കുന്നത്? നീ ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് എന്നുകൂടി അറിഞ്ഞിട്ട് വേണം ആവശ്യങ്ങൾ ഗുരു മുൻപാകെ ഉന്നയിക്കാൻ. ഉന്നയിക്കാൻ കാരണം ആത്മാവ് ഈ ലോകത്തിൽ ജന്മമെടുത്തത് ആത്മശാന്തിക്ക് വേണ്ടിയാണ്. ശാന്തി സ്വരൂപനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേരുവാനുള്ള സൽക്കർമ്മ ഫലം ആത്മാവിന് ചെയ്യുവാനാണ് ശരീരം കൊടുത്തിരിക്കുന്നത്. ആ ശരീരം കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഫലം നിന്റെ ആത്മാവിൽ ശാന്തിയായി ഭവിക്കണം. അത് തിരിച്ചറിയാതെയാണ് ലോകം ഇങ്ങനെ അമ്പരം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ പമ്പരം പോലമ്പരന്നു മരുവുന്നീ ലോകമുണ്ടോ? അതാണ് മഹാകഷ്ടം. തമ്പുരാന്റെ ബലവീര്യം നമ്മൾ അറിയണം. നരകത്തിൽ ആണ്ടുകിടക്കുന്ന ഒരു ആത്മാവിനെ അവന്റെ ജന്മഭാവവും കർമ്മദോഷവും തീർത്ത് വീണ്ടെടുത്ത് ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഉത്ഭവ കാരണ രൂപനാകുന്ന ജഗദീശ്വരൻ വന്ന് ഉത്ഭവിച്ചു വാഴുന്നതെന്നറിയണം. അങ്ങനെ അറിയണം. അങ്ങനെ ഉത്ഭവ കാരണ രൂപനാം ഈശ്വരൻ അത്ഭുതമായിട്ടു വന്നുദിച്ചു. അത്ഭുതമായിട്ടു വന്നുദിച്ചു. അത്ഭുതമായിട്ടു വന്നുദിച്ചു.
നിന്നൊരു ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള ജ്ഞാനം കൊടുക്കുകയാണ്. നരകത്തിൽ നിന്നൊരു ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള ജ്ഞാനം കൊടുക്കുകയാണ്. ഈ ജ്ഞാനം കൊണ്ട് വിശപ്പ് മാറുമോ? ഈ ജ്ഞാനം കൊണ്ട് വിശപ്പ് മാറും. ഈ ജ്ഞാനം കൊണ്ട് എന്റെ ദുഃഖം മാറുമോ? ഈ ജ്ഞാനം കൊണ്ട് ദുഃഖം മാറും. എന്റെ ദാരിദ്ര്യം മാറുമോ? എന്റെ മകളെ കെട്ടിക്കാൻ പറ്റുമോ? എന്റെ രോഗം മാറുമോ? രോഗം മാറും. എല്ലാം മാറും. എല്ലാം ലഭിക്കും. കാരണം എന്താണ്? നിനക്ക് ദുഃഖം വന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ദാരിദ്ര്യം വന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് രോഗം വന്നത് എന്തുകൊണ്ടാണ്? കഠിന വ്യഥകളൊക്കെ നിന്റെ അനുഭവത്തിലായത് എന്തുകൊണ്ടാണ്? അങ്ങനെ എന്തുകൊണ്ടെന്ന് ചിന്തിച്ച് നീ ഉയരുമ്പോൾ ആ ജന്മിയാകും ഗുരുവിനെ അറിയാതെ ലോകത്തിൽ ജീവിച്ച പാപമാണ് ഏറ്റവും വലിയ പാപം. ജന്മിയായ ഗുരുവിനെ അറിയാതെ ലോകത്തിൽ ജീവിച്ചാണ് ജന്മപാപം. ഏറ്റവും വലിയ പാപം അതാണ് ജന്മപാപം. അങ്ങനെ ജന്മപാപം നിന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദുഃഖമുണ്ടാകുന്നത്. ജന്മപാപം നിന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദുഃഖം. ആ പാപം മാറണമെങ്കിൽ ഈ ജ്ഞാനം വേണം. ആ പാപം മാറിയാൽ നിന്റെ ദുഃഖം മാറും. നിന്റെ വിശപ്പ് പോലും മാറിപ്പോകും. ദാഹം വിശപ്പ് മറന്നു പോകും. പരമാത്മരൂപത്തെ തെളിഞ്ഞു കണ്ടാൽ ദാഹം വിശപ്പ് മറന്നു പോകും. പരമാത്മരൂപത്തെ തെളിഞ്ഞു കണ്ടാൽ ദാഹം വിശപ്പ് മറന്നു പോകും. പരമാത്മരൂപത്തെ തെളിഞ്ഞു കണ്ടാൽ പരമാത്മരൂപത്തെ ആത്മാവിൽ കാണുവാൻ പരിശുദ്ധരായി വളർന്നിവക. പരമാത്മരൂപത്തെ ആത്മാവിൽ കാണുവാൻ പരിശുദ്ധരായി വളർന്നുവക. പരിശുദ്ധതയെന്നു ആത്മാവിൽ കാണുവാൻ ആത്മജ്ഞാനം തന്നെ വേണമല്ലോ. പരിശുദ്ധതയെന്നു ആത്മാവിൽ കാണുവാൻ ആത്മജ്ഞാനം തന്നെ വേണമല്ലോ. പരിശുദ്ധതയെന്നു ആത്മാവിൽ കാണുവാൻ ആത്മജ്ഞാനം തന്നെ വേണമല്ലോ. ആത്മജ്ഞാനമത് ആത്മനാഥനിൽ നിത്യവെളിച്ചമായി കൂടെയുണ്ട്. സത്യവെളിച്ചത്തെ ആത്മാവിലാക്കിക്കൊണ്ട് എപ്പോഴും ജീവിതം ചെയ്തുകൊണ്ട് സത്യവെളിച്ചത്തെ എപ്പോഴും ആക്കിക്കൊണ്ട് എപ്പോഴും ജീവിതം ചെയ്തുകൊണ്ട് സത്യവെളിച്ചത്തെ ആത്മാവിലാക്കിക്കൊണ്ട് എപ്പോഴും ജീവിതം ചെയ്തുകൊണ്ട് ആത്മപ്രകാശത്താൽ ആനന്ദിച്ചിടാം. ദാഹം വിശപ്പും അറിയുകില്ല. ആത്മപ്രകാശത്താൽ ആനന്ദിച്ചിടാം. ദാഹം വിശപ്പും അറിയയില്ല. ആത്മപ്രകാശത്താൽ ആനന്ദിച്ചിടാം. ദാഹം വിശപ്പും അറിയയില്ല. ഈ ജ്ഞാനം ആത്മാവിൽ ഗ്രഹിച്ചു കഴിയുമ്പോ ആ ജ്ഞാനത്തിൽ കൂടി ജീവിതം ചെയ്യുന്ന ഒരാളിന് ശരീരത്തിന്റെ ആവശ്യത്തിന് ആഹാരം ആവശ്യമാണ്. ശരീരത്തിന്റെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമാണ്. അത് സത്യമാണ്. പക്ഷേ ഈ
ആത്മീയമായ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ ആത്മജ്ഞാനം ഗ്രഹിച്ച് ഉന്നതമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ദാഹവും വിശപ്പും ഒന്നും തടസ്സമായി വരികയില്ല. കാരണം ആ ദാഹവും വിശപ്പും ഒരു പ്രത്യേക വിചാരമാണ്. ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. അത് മനസ്സുകൊണ്ടാണ് അറിയുന്നത്. ആ മനസ്സുകൊണ്ട് അറിയുന്ന അറിവുകളാണ് നമ്മളിൽ തോന്നലായി എത്തുന്നത്. ആ തോന്നലുകളെല്ലാം മാറ്റപ്പെടുന്നത് ഈ മനസ്സിനെ പോലും അവിടെ മറച്ചു വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ മനസ്സിന്റെ ചലനങ്ങൾ പോലും അവിടെ മാറ്റിവെക്കപ്പെടുന്നു. എങ്ങനെ? ആത്മാവ് പരമാത്മരൂപത്തെ കാണുമ്പോൾ പിന്നെ മനസ്സിന്റെ ചലനങ്ങളില്ല. ആത്മാവിൽ നിന്ന് നേരിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്, സ്വർഗലോകത്തിലെ കമ്പി വന്നാൽ അത് കേൾക്കുവാൻ നിന്നിൽ ഹൃദയമുണ്ടോ? മറ്റൊരിടത്ത് ആ ചോദ്യം വേറൊരു വിധത്തിൽ ചോദിച്ചു. സൃഷ്ടിതാവിൻ കലാവൈഭവങ്ങളെ വർണ്ണിപ്പാനുള്ള ആത്മാവുണ്ടോ നിന്നിൽ? ഗുരു തന്നെയാണ് ഈ ചോദ്യവും ചോദിച്ചത്. ആത്മാവുണ്ടോ നിന്നിലെന്ന് ചോദിച്ചത്. ആ ജ്ഞാനം കൊണ്ട് രൂപാന്തരപ്പെട്ട് ഉയർന്നു വന്ന ആത്മാവിനെ തന്നെയാണ് ഹൃദയമെന്നും പറയുന്നത്. ആത്മരൂപത്തെയാണ് ഹൃദയമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സ്വർഗം മനുഷ്യന്റെ ഹൃദയമാകുന്നു. ഹൃദയ സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം ജ്ഞാനരൂപമാണെങ്കിൽ ജ്ഞാനരൂപാന്തരപ്പെട്ടു വന്ന ഹൃദയത്തിൽ മാത്രമേ ദൈവരൂപത്തെ കാണാൻ കഴിയുള്ളൂ. അപ്രകാരമേ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആത്മരൂപാന്തരം ആത്മാവിൽ വരുത്തി വെച്ച് ജ്ഞാന വഴികളിൽ കൂടി ജീവിക്കുന്ന ഒരു ആത്മാവിന് ദാഹമില്ല, വിശപ്പില്ല, ആ ദുഃഖങ്ങളില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, ലോകത്തിലെ ഒന്നും അവൻ അറിയുന്നില്ല. ആനന്ദം മതി എനിക്കാനന്ദം മതിയേ, ആദിനാഥൻ കരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്കാനന്ദം മതിയേ, ആദിനാഥൻ കരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്കാനന്ദം മതിയേ, ആദിനാഥൻ കരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്കാനന്ദം മതിയേ, കുറച്ചു നാൾ മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിന് ഒരു ചെറിയ പോരായ്മ വന്നു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി
ഞാൻ വളരെയേറെ സമയം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. വളരെയേറെ സമയം കുറെ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ആശ്രമവാസം ചെയ്യേണ്ട വിധം എങ്ങനെയൊക്കെയാണ്? ആശ്രമവാസം ചെയ്യേണ്ട വിധം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ കുടുംബബന്ധം വെച്ച് പുലർത്തുന്നതിൽ പൂർണ്ണമായും അനുവാദം ആശ്രമത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല. കുടുംബബന്ധം വെച്ച് പുലർത്തുന്നത് പ്രത്യേകിച്ച് അനുവാദം ആശ്രമത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിയമം നമുക്കില്ല. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും സംസാരിച്ചു. ഓരോ കാര്യങ്ങളും പറഞ്ഞു തീരുമ്പോൾ സത്യമാണ് പോറ്റി എന്ന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. ഓരോ കാര്യം പറഞ്ഞു തീരുമ്പോഴും സത്യമാണ് പോറ്റി എന്ന് സമ്മതിക്കും. വളരെയേറെ സന്തോഷത്തോടു കൂടി അതെല്ലാം കേട്ടു. വളരെയേറെ സന്തോഷത്തോടു കൂടി അതെല്ലാം ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ദക്ഷിണ എടുത്ത് എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ ആ റബ്ബർ വെട്ടുന്ന ആള് ശരിയായിട്ട് ചെയ്യത്തില്ല. റബ്ബർ വെട്ടുന്ന ആള് ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിരുന്നു വീട്ടിൽ പോയേ പറ്റും. അപ്പോ ഞാൻ 3/4 മണിക്കൂർ മെനക്കെട്ടിട്ട് വല്ല പ്രയോജനവും. അപ്പോ ആനന്ദത്തിന്റെ മാർഗം പറഞ്ഞു തെളിയിക്കുകയാണ്. ആനന്ദത്തിന്റെ മാർഗം അത് കേൾക്കാൻ രസമുണ്ട്, പാടാൻ രസമുണ്ട്. ഓ ആനന്ദം മതിയേ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ രസമുണ്ട്. മനസ്സിന് പ്രത്യേക സുഖം ഉണ്ടാകും. പക്ഷെ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോ എല്ലാം മറന്ന്, ഗുരുവിനെയും മറന്നു, ആദർശത്തെയും മറന്നു, ഗുരുകർമ്മങ്ങളെ മറന്നു, സൽക്കർമ്മ വഴികളെ മറന്നു. വീണ്ടും കിടക്കുന്നത് എവിടെയാണ്? നരകത്തിലാണ്. അങ്ങനെ ആകരുത്. ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്ന സ്വർഗപിതാവിനെ അറിഞ്ഞു നീ ജീവിക്കുക. നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്ന സ്വർഗപിതാവിനെ അറിഞ്ഞറിഞ്ഞാരാധിപ്പാൻ കഴിവുണ്ടെങ്കിൽ നിയമവിരുദ്ധമായി ജീവിക്കുകയില്ല.
ആനന്ദം ഉണ്ടാകാനുള്ള വഴി അറിവ് മാത്രമാണ്.
ആനന്ദം ഉണ്ടാകാനുള്ള വഴി അറിവ് മാത്രമാണ്. അപ്പോൾ അറിവിന്റെ പരിപൂർണൻ ഈ ലോകത്തിൽ വന്ന് അറിയിക്കുന്നതെല്ലാം ആനന്ദത്തിന്റെ വഴിയാണ്. അറിവിന്റെ പരിപൂർണൻ ഈ ലോകത്തിൽ വന്ന് അറിയിക്കുന്നതെല്ലാം ആനന്ദം. അപ്പോൾ ജ്ഞാനം കൊണ്ട് ഇത് സർവ്വതും നേടാം. ഈ ജ്ഞാനം കൊണ്ട് അവതാരമായി വന്ന് ഗുരുനാഥൻ അറിയിക്കുന്ന ജ്ഞാനം കൊണ്ട് സർവ്വതും നേടാം. അങ്ങനെയാണെങ്കിൽ ഗുരുനാഥൻ അവതരിച്ച് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ഈ ലോകത്തിൽ അവതരിപ്പിച്ച 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായ തീർത്ഥാടനവും ആരംഭം കുറിച്ച സമയം മുതൽ പങ്കെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും ഒരു തവണയെങ്കിലും പങ്കെടുത്തവരുണ്ടല്ലോ. ഒരു തവണയെങ്കിലും അതിൽ പങ്കെടുത്ത അനേകം ആളുകൾ ഇതിലുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിച്ച് ഇപ്രകാരം തീർത്ഥാടകരായി എത്തുമ്പോൾ നിങ്ങളിൽ ആനന്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കേട്ടാക്ക, കൈ അടിച്ച് കേട്ടാക്ക. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഈ നിയമം പാസാക്കി ലോകത്ത് നടപ്പാക്കി, കൂടെ നിന്ന് നടപ്പാക്കി. എന്നിട്ട് ആ സർവശക്തിയുടെ തിരുഹൃദയം തുറന്നറിയിച്ച അറിവാണ് നമ്മളിപ്പോൾ കീർത്തിച്ചത്. എന്തിനു വേണ്ടിയാണ്? ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഇതൊരു ഗുരുഹൃദയത്തിന്റെ തുറന്നറിയിപ്പാണ്. ഗുരുഹൃദയത്തിന്റെ തുറന്നറിയിപ്പാണിത്. സർവദോഷ ശാന്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുവാൻ സർവശക്തനാകുന്ന ദൈവം അവതാരമായി വന്ന് അറിയിച്ച അറിവ് നിങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ ആരെല്ലാം അത് പ്രവർത്തിച്ച് പൂർത്തീകരിക്കുന്നുവോ അവരിലേക്ക് സാധ്യമാകേണ്ടുന്ന അല്ലെങ്കിൽ ലഭ്യമാകേണ്ടുന്ന ആനന്ദത്തെ ഗുരു തീരുമാനിച്ചുകൊണ്ടാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. സർവശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് പാസാക്കിയ നിയമമാണത്. അത് ലോകാന്ത്യം വരെ നടത്തുവാൻ തീരുമാനിച്ചാണ് നിയമം പാസാക്കിയത്. അപ്രകാരം പാസാക്കിയ നിയമത്തെ അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ആത്മബോധോദയ സംഘാംഗങ്ങൾ നിയമപുസ്തകത്തിൽ 15-ാം വകുപ്പിൽ പറയും പ്രകാരം വകുപ്പിൽ വളരെ കൃത്യമായ വ്രതമനുഷ്ഠിക്കണം. ഒന്നും കൂട്ടുകയും വേണ്ട, ഒന്നും കുറയ്ക്കാനും പാടില്ല. ആ നിയമപ്രകാരം അത് അനുഷ്ഠിക്കുക. എന്താണോ ഗുരുവിന്റെ ഹൃദയം തുറന്ന് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് അതിൻപടി അത് അനുഷ്ഠിക്കുക. അപ്പോഴാണ് അതിന്റെ ശ്രേഷ്ഠത. അല്ലാതെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അതിന്റെ പ്രയോജനം ഉണ്ടാവുകയില്ല. വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് എല്ലാവരും ഒരുമിച്ച് ഭവനത്തിൽ പൂജാമുറിയിൽ പ്രവേശിച്ച് ഓരോരുത്തരായി ദക്ഷിണ വെച്ച് സർവശക്തിയോട് അപേക്ഷിക്കണം. അങ്ങയുടെ തീരുമാനപ്രകാരം അടിയങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്ന
12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിക്കുവാൻ അടിയങ്ങൾ ആരംഭിക്കുകയാണ്. ലോകത്തിലുള്ള ഒരു മായാബന്ധങ്ങളും മാലിന്യങ്ങളും അടിയങ്ങളുടെ മനസ്സിനെ ബാധിക്കാതെ അങ്ങ് തീരുമാനിച്ചിരിക്കുന്ന പ്രകാരം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തിരുവൻപാകെ സന്തോഷമായി എത്തിച്ചേരുവാൻ ഈ 12 വെള്ളിയാഴ്ചകളിലും അടിയങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു. അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു. അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ. അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു. അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ. ഇതൊരു യാചനയായി തിരുമുൻപാകെ വെച്ചാൽ ഒരു മാലിന്യങ്ങളും കടന്നു വരാതെ ഒരു മായാവിചാരങ്ങളും കടന്നു വരാതെ ശുദ്ധചിന്തയോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി സന്തോഷമായി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. അത് ഒരു ഭവനത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേർ ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടെ നിന്ന് തിരുമുൻപാകെ അപേക്ഷിക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന രീതിയാണ് നമ്മുടെ ഭവനങ്ങളിൽ ആവശ്യം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ ഈശ്വരൻ സ്വീകരിക്കുള്ളൂ. മുൻപ് പല പ്രാവശ്യം ഞാൻ അറിയിച്ചിട്ടുള്ളതാണ്. അച്ഛനൊരു പ്രാർത്ഥന, അമ്മയ്ക്കൊരു പ്രാർത്ഥന, മക്കൾക്ക് വെവ്വേറെ പ്രാർത്ഥന. അത് ആത്മബോധോദയ സംഘത്തിന്റെ നിയമമല്ല, ആത്മനാഥൻ അറിയിച്ച അറിവുമല്ല. അതുകൊണ്ട് ആത്മനാഥൻ അറിയിച്ച അറിവനുസരിച്ച് പാലിച്ച് ജീവിക്കുമ്പോഴാണ് ആത്മസുഖം ഉണ്ടാകുന്നത്. ആ ആത്മസുഖമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അറിയിച്ച അറിവിൽ കൂടി നിരന്തരം ജീവിക്കുക. നിത്യസുഖം നിങ്ങളിൽ എത്തിച്ചേരും. നിത്യസുഖം നിങ്ങളിൽ എത്തിച്ചേരും. നിത്യസുഖത്തെ ദാനം ചെയ്യുവാൻ നിത്യാനന്ദൻ ലോകത്തിൽ വാഴുകയാണ്. ആ നിത്യാനന്ദ സമ്പൂർണനാകുന്ന സദ്ഗുരുവിന്റെ മുൻപാകെയാണ് നിങ്ങൾ ശപഥം ചെയ്തിരിക്കുന്നത്. ആ ശപഥത്തെ മറന്നുപോകരുത്. ആ സത്യപ്രതിജ്ഞയെ മറന്നുപോകരുത്. സത്യത്തിൽ നിന്ന് വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം, എന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനിക്കുന്നവരോടുകൂടി ദൂതന്മാർ കാവലുണ്ടാകും. അങ്ങനെ ആ വ്രതശുദ്ധിയോടുകൂടി നിയമപ്രകാരം ആ ഇരുമുടിക്കെട്ടുകൾ നിറച്ച് എല്ലാവരും ഈ സന്നിധാനത്തിൽ എത്തിച്ചേരുവാനും ആനന്ദം അനുഭവിക്കുവാനും തക്ക വിധത്തിൽ ഈ പ്രകൃതിയെ ഈശ്വരൻ ഒരുക്കി നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹാരോഗം പൂർണ്ണമായും ശമിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി തീർത്ഥാടകരായി എത്തിച്ചേരുവാൻ സ്വാതന്ത്ര്യത്തോടുകൂടി ആ സർവശക്തി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. സർവലോകനാഥന്റെ അറിവിനനുസരിച്ച് ജീവിതം ചെയ്യണമെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും വ്രതമെടുക്കുക. ഓരോ ശരീരവും, ഓരോ മനസ്സും, ഓരോ ഹൃദയങ്ങളും, ഓരോ ഭവനങ്ങളും, ഓരോ
സർവശാഖകളും അതിൽ കൂടി പ്രപഞ്ചം തന്നെയും ശുദ്ധമാക്കപ്പെടുവാൻ ഇപ്രാവശ്യത്തെ 12 വെള്ളിയാഴ്ച വ്രതം ഉപകരിക്കുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ 12 വെള്ളിയാഴ്ച വ്രതം ഉപകരിക്കുമാറാകട്ടെ. ആരാണോ ഈ നിയമം ഈ ലോകത്തിൽ പാസാക്കിയത് ആ സ്ഥാപകൻ തന്നെ നിങ്ങളുടെ മുന്നേ എഴുന്നള്ളി ഇവിടേക്ക് എത്തുമാറാകട്ടെ. സ്ഥാപകൻ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ സർവഭവനങ്ങളും സർവഹൃദയങ്ങളും സർവശാഖാശ്രമങ്ങളും അവിടങ്ങളിലുള്ള കർമ്മികളും എല്ലാം ശുദ്ധമാക്കപ്പെടുവാനും അതിൻ്റെതായ ആനന്ദം ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുവാനും സർവപരിശുദ്ധനായ പരമപരിശുദ്ധനായ ജഗദീശ്വരൻ എല്ലാ ഇടങ്ങളിലും ദർശിച്ച് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം ഒരാത്മാവിന്റെ ശാന്തിക്കായി വിവിധ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് നിലവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. ആ നിത്യതയിലേക്ക് ലയിപ്പിക്കുമാറാകട്ടെ. ഓരോ വിധത്തിൽ അർപ്പിക്കപ്പെട്ട സർവനേർച്ച കാഴ്ചകളും ജഗദീശ്വരന്റെ തൃക്കരങ്ങളിൽ ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ആത്മലോകത്തിന് ആനന്ദമായി ഭവിക്കട്ടെ. ഇന്നേ ദിവസം ആദ്യമായി വന്നു ചേർന്നവരെയും ഈ ആദർശത്തിൽ ചേർത്ത് ഈ ആനന്ദത്തിൽ വളരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓടിയെത്തിയ സർവാത്മാക്കളെയും ഇപ്പോൾ ഇവിടെ ഉള്ളവരെയും ദേശത്തിരിക്കുന്നവരെയും വിദൂരങ്ങളിലിരുന്ന് കണ്ണുനീരോടെ വിളിക്കുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ ദർശിക്കുമാറാകട്ടെ. ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ അതിന്റെ സമാപനമായ തീർത്ഥാടനത്തിന്റെയും ഉന്നതമായ നടത്തിപ്പിന് വേണ്ടി ഉന്നതനാകുന്ന ദൈവം നാലാമതായി സ്വീകരിച്ചു വാണിരുന്ന ആ തിരുശരീരത്തിലിരുന്നു കൊണ്ട് കൽപ്പിച്ചതനുസരിച്ച് അന്നു മുതൽ നടന്നു വരുന്ന ഏകദിന സങ്കല്പ പ്രാർത്ഥന അടുത്ത മാസം 8-ാം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടുന്നതാണ്. അതാത് സ്ഥലങ്ങളിലെ സൗകര്യമനുസരിച്ച് ശാഖകളിലും ശാഖാ ആശ്രമങ്ങളിലും ഒത്തുചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. ജഗദീശ്വരൻ എഴുന്നള്ളി എല്ലാം നടത്തപ്പെടട്ടെ. ഈ പക്കനാസ്തുതി നാളെ പ്രഭാതം വരെ ആനന്ദമായി നടക്കട്ടെ. ആത്മനാഥൻ എഴുന്നള്ളി എന്നുകൊണ്ട് നടത്തട്ടെ. സർവരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തെ ദർശിക്കട്ടെ. മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. മഹാഗോപുരം ഉയർന്നു വരട്ടെ. ആത്മലോകത്തിനായി ഉയരട്ടെ. ആനന്ദ ഗോപുരമായി ഉയരട്ടെ. ആദർശ വിളംബരമായി ഉയരട്ടെ. ആത്മലോക രക്ഷയ്ക്കായി ഉയരട്ടെ. ആത്മസന്ധാനങ്ങൾക്കായി ഉയരട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ.